ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് പള്ളിക്കൂടം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാലറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നോക്കിയിരുന്നു, പ്രോബ്ലം ഒന്നും നോക്കിയില്ല. അപ്പോൾ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സും വിത്ത് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് എന്ത് ചെയ്തേക്കാം, പിൻ ചെയ്തേക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തിയേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ട് കാൽക്കുലേഷൻ ആണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് കാൽക്കുലേഷനകത്ത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് 12% വരെ എക്സംഷനും അതിൻ്റെ ഇൻട്രസ്റ്റ് 9.5% വരെയുമാണ് എക്സംഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് നോക്കാനുള്ളത്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ഭാരത് പേപ്പർ കമ്പനിയിൽ 12,000 രൂപ പെർ മന്തിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹിസ് എ മെമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് വിച്ച് ഹി ആൻഡ് ഹിസ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 14% ഓഫ് ദി സാലറി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എംപ്ലോയറും കൂടി 14% എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുക, 12% വരെ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാവൂ, പക്ഷെ 14% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഹി വാസ് ഗിവൻ എ ക്രെഡിറ്റ് ഓഫ് ₹4,200 ആസ് ഇൻട്രസ്റ്റ് ഓൺ ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ബാലൻസ് ഓഫ് 40,000. 40,000 രൂപ പ്രൊവിഡൻറ്റ് ഫണ്ട് ബാലൻസിൽ നിന്നും 4,200 രൂപ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് 9.5% ആണോ, അതിൽ നിന്നും എക്സീഡ് ചെയ്തിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയത്തില്ല. അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരുപക്ഷെ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2017-18 വർഷത്തെ അസസ്മെൻറ്റ് ഇയർ വെച്ചുകൊണ്ട് 2016-17 പ്രീവിയസ് ഇയറിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആനുവൽ സാലറി 12,000 രൂപ പെർ മന്ത് ആയതിനാൽ തന്നെ 12,000 × 12 1,44,000 രൂപയാണ് ആനുവൽ സാലറി ആയിട്ട് അദ്ദേഹത്തിന് വരിക. എക്സസ് ഓഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്, 12% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതായത് 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും എടുക്കുന്ന 2% എന്ന് പറയുന്നത് എന്താണ്, എക്സസ് ആണെന്നാണ് പറയുന്നത്. ആ 2%ൻ്റെ എമൗണ്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം ടോട്ടൽ സാലറി അതിൽ DAയും അതുപോലെ തന്നെ കമ്മീഷൻ ഒന്നും തന്നിട്ടില്ല, നമുക്ക് സാലറി മാത്രം എടുത്താൽ മതി. ടോട്ടൽ സാലറി ഇൻറ്റു എന്ത് ചെയ്യാണ്, 14 ഡിവൈഡഡ് ബൈ 100 മൈനസ് എന്ത് ചെയ്യുന്നു, 2%. 14 ഡിവൈഡ് ബൈ 100 കാണുക, അതിൽ നിന്ന് 2% മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 2,880. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 40,000 രൂപയാണ് അദ്ദേഹത്തിന് പ്രൊവിഡൻറ്റ് ഫണ്ട് ബാലൻസ് ഉള്ളത്. അതിൻ്റെ 9.5% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3,800 രൂപയാണ് വരുന്നത്. ഇവിടെ അദ്ദേഹം 4,200 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 3,800 രൂപയിൽ നിന്നും 4,200 രൂപ കുറച്ച് നോക്കുമ്പോൾ 400 രൂപ എക്സ്ട്രാ അദ്ദേഹം എന്ത് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ആ എക്സ്ട്രാ മേടിച്ച എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സസ് എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റിന് എക്സസ് 9.5% 400 രൂപ. ഈ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ 2%ഉം ഈ എക്സസ് ആയിട്ട് മേടിച്ച 400 രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് 3,280 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കാൽക്കുലേഷൻ ഹൗസ് റെൻറ്റ് അലവൻസിൻ്റെ കാൽക്കുലേഷനാണ്. ഇറ്റ് ഈസ് ഗ്രാൻഡ് ടു ആൻ അസസി ബൈ ഇറ്റ്സ് എംപ്ലോയർ ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ പേയ്മെൻറ്റ് റെൻറ്റ് ഒക്കെ കൊടുക്കുന്നതിൽ വരുന്ന പേയ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയിക്ക് വേണ്ടി മീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം നമുക്ക് നോക്കാം. HRA ഹൗസ് റെൻറ്റ് അലവൻസ് ആണ് കേട്ടോ. HRA ആക്ച്വലി റിസീവ്ഡ് ബൈ ദി അസസി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ നിന്നും എത്ര രൂപ ഹൗസ് റെൻറ്റ് അലവൻസ് ആയിട്ട് സ്വീകരിക്കുന്നുണ്ടെന്ന് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. അതിനുശേഷം എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ സാലറി, റെൻറ്റ് പെയ്ഡും സാലറിയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സാലറിയിൽ നിന്നും കൂടുതലായിട്ട് അദ്ദേഹം റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. സാലറി എമൗണ്ടും റെൻറ്റ് പെയ്ഡ് നോക്കിയിട്ട് റെൻറ്റ് പെയ്ഡ് എമൗണ്ടാണ് കൂടുതലെങ്കിൽ അതിൽ നിന്നും സാലറി എമൗണ്ട് ലെസ് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് നമ്മളിവിടെ എഴുതണം. ഇഫ് അക്കോമഡേഷൻ ഈസ് സിറ്റുവേറ്റഡ്, അക്കോമഡേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്ന് മെട്രോപൊളിറ്റൻ സിറ്റീസായ മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ തുടങ്ങിയ 4 സിറ്റീസിലാണെങ്കിൽ മാത്രം 50% സാലറിയുടെ 50%, ഇനി അതർ പ്ലേസസ് വേറെ ഏത് സ്ഥലത്താണെങ്കിൽ 40%. ഇനി സാലറി എന്ന് പറയുന്നത് വെറും സാലറി മാത്രമല്ല, അതിനകത്ത് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യും, ഡിയർനസ് അലവൻസ്, DAയും അതുപോലെ തന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. അദ്ദേഹത്തിൻ്റെ ടേൺ ഓവറിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് അദ്ദേഹത്തിന് ഇടുന്ന കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ സാലറി കാൽക്കുലേഷനകത്ത്, HRAയുടെ സാലറി കാൽക്കുലേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ന് പറയുന്നത് ടാക്സബിൾ HRA എന്ന് പറയുന്നത്.
നമുക്ക് HRAയുടെ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദി എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഹൗസ് റെന്റ് അലവൻസ് ഓഫ് മിസ്റ്റർ റാമിൻ്റെ ഹൗസ് റെന്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്? കാൺപൂർ. അതായത് അതർ പ്ലേസസിനാണ് കാൺപൂർ വരുന്നത്. അപ്പം 40% സാലറിയെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അദ്ദേഹത്തിൻ്റെ സാലറി 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 3 കണ്ടീഷൻസിലെയും സാലറി, 3 കണ്ടീഷൻസിലെയും HRA അദ്ദേഹം കമ്പനിയിൽ നിന്ന് എത്ര റിസീവ് ചെയ്യുന്നുണ്ട്, റെൻറ്റ് എത്രയാണ് മാസം പേ ചെയ്യുന്നത്, 3 കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സൊല്യൂഷൻ നോക്കാം. HRA റിസീവ്ഡ് 3 കണ്ടീഷനിലും ആക്ച്വൽ HRA എത്രയാണ് റിസീവ് ചെയ്യുന്നത്? 525, 300, 1080. അങ്ങനെയാണ് ആ ഒരു രീതിക്കാണ് അദ്ദേഹം HRA റിസീവ് ചെയ്യുന്നത്. ഇനി റെൻറ്റ് പെയ്ഡ് ഓവർ 10% സാലറി ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ അല്ലേ? റെൻറ്റ് പെയ്ഡ് ആണ് അധികമെങ്കിൽ അതിൽ നിന്ന് 10% സാലറി കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടാണ് നമ്മളിവിടെ എഴുതാറ്. അപ്പോൾ ഇവിടെ റെൻറ്റ് പെയ്ഡ് 300 രൂപ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സാലറി നോക്കുക. സാലറിക്ക് DAയും അതുപോലെ തന്നെ കമ്മീഷനും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് സാലറിയുടെ 10% എടുത്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? എക്സസ് ആയിട്ട് റെൻറ്റ് പെയ്ഡ് ഒന്നും വരുന്നില്ല. സാലറി എമൗണ്ടാണ് അധികം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നില്ലാണ്. അപ്പോൾ അതുപോലെ തന്നെ 3 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 960 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? റെൻറ്റ് പെയ്ഡ് വരുന്നുണ്ട്. 600 രൂപയാണ് രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? 10% സാലറി വരുന്നത്. അപ്പോൾ സാലറി എമൗണ്ടിനേക്കാളും റെൻറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ റെൻറ്റിൽ നിന്നും സാലറി എമൗണ്ട് കുറച്ചതിന് ശേഷം 10% സാലറി എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള 360 രൂപയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എടുത്ത് ടാക്സബിൾ HRAയിൽ എഴുതുന്നു. മൂന്നാമത്തെ കേസിൽ 750 രൂപ ആക്ച്വൽ HRA, 600 രൂപ 10% സാലറി, അതിൽ നിന്ന് 150 രൂപയാണ് അദ്ദേഹത്തിന് എന്തായിട്ട് വരുന്നത്? റെൻറ്റ് പെയ്ഡായിട്ട് വരുന്നത്. ഇനി 14% ഓഫ് സാലറി, കാരണം അതർ പ്ലേസ് ആയതിനാൽ തന്നെ 40% ഓഫ് സാലറിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കേസിൽ 40% സാലറി, വെറും സാലറി മാത്രമേ തന്നിട്ടുള്ളൂ. DA കമ്മീഷനോ ഇല്ലാത്തതിനാൽ തന്നെ 14% ഓഫ് സാലറി നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 4500 × 40 ഡിവൈഡ് ബൈ 100% ആകുമ്പോൾ 1800. സെക്കൻഡ് കേസിൽ 2400, തേർഡ് കേസിലും 2400 തന്നെയാണ് കിട്ടുക. ഇനി ടാക്സബിൾ HRA അല്ല, എക്സംപ്റ്റഡ് HRA ആണ് കേട്ടോ. എക്സംപ്റ്റഡ് HRA നമുക്ക് നോക്കാം. എത്രയാണ്? ഫസ്റ്റ് കേസിൽ എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത് നില്ലായിട്ടാണ് വരുന്നത്. നില്ലായിട്ട് എങ്ങനെയാണ് വരുന്നത്? ഇൻ ദി ഫസ്റ്റ് കേസ് ദി ഹോൾ എമൗണ്ട് ഓഫ് HRA ഈസ് ആക്സസിബിൾ. മുഴുവൻ എമൗണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ എമൗണ്ട് ആക്സസിബിൾ ആയിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഹോൾ എമൗണ്ട് ഓഫ് HRAയും എന്താണ്? എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. 300 രൂപയാണ് അദ്ദേഹത്തിന് HRA പെർ മന്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ 300 രൂപയാണ് അദ്ദേഹത്തിന് ഇവിടെ എക്സംപ്റ്റഡ് HRA ആയിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ എമൗണ്ട് എന്താണ്? എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ട് അദ്ദേഹത്തിന് വരുന്നത് 300 രൂപ. പിന്നീട് അയാൾക്ക് ടാക്സ് ഇല്ല. മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസിലാണെങ്കിൽ 150 രൂപയാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം റെൻറ്റ് പേ ചെയ്യുന്നത്, HRA റിസീവ് ചെയ്യുന്നത് 1050 രൂപയാണ്. അതിൽ നിന്നും റെൻറ്റ് പെയ്ഡ് ഓവർ എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 150 രൂപ. ബാക്കി 900 രൂപ അദ്ദേഹത്തിന് ടാക്സബിൾ ആണ്. 150 രൂപ എക്സംപ്റ്റഡ് ആണ്. ഇൻ ദി തേർഡ് കേസ് ₹150 പെർ മന്ത് ഈസ് എക്സംപ്റ്റഡ് ആൻഡ് 900 പെർ മന്ത് ഈസ് ആക്സസിബിൾ. അത്രയാണ് പറയുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ മനസ്സിലായോ? ഇനി നമുക്ക് സാലറിയുടെ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ HRA വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് വരും. നെക്സ്റ്റ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദി ഇൻകം ഫ്രം സാലറി ഓഫ് മിസ്റ്റർ റാമിൻ്റെ ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ കണ്ടീഷൻസ് ആയിട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി പോയാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഗ്രോസ് സാലറി 1,95,000 രൂപ. മെഡിക്കൽ എക്സ്പെൻസസ് പ്രൈവറ്റ് പ്രാക്ടീഷണറുടെ അടുത്ത് പോയത് 30,000 രൂപ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രൈവറ്റ് പ്രാക്ടീഷണർ ആണെങ്കിൽ 15,000 രൂപ മാത്രമേ എക്സംഷൻ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷണറുടെ മെഡിക്കൽ എക്സ്പെൻസസ് എംപ്ലോയർ പേ ചെയ്തേക്കുന്നത് 50,000. റീഇംബേഴ്സ്മെൻറ്റ് മെഡിക്കൽ എക്സ്പെൻസസ് 10,000. എക്സ്പെൻസസ് ഓൺ ട്രാവലിംഗ് എബ്രോഡ്, വിദേശത്ത് പോയിട്ടുണ്ട്, അതൊരു 1,00,000 രൂപ. അവിടെ താമസിച്ചതിന് 1,50,000 രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. പക്ഷേ RBI ലിമിറ്റ് അനുസരിച്ച് 1,00,000 രൂപയെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എംപ്ലോയറുടെ മെഡിക്കൽ എക്സ്പെൻസസ് മെറ്റ് ചെയ്യാൻ, ഗ്രാൻഡ് ഫാദറിൻ്റെ മെഡിക്കൽ എക്സ്പെൻസസ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2,000 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന്, അദ്ദേഹത്തിൻ്റെ മകളുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനാണ് കൊടുത്തേക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു? അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷണറാണ്. അത് 1,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോവാം. ഗ്രോസ് സാലറി 1,95,000. മെഡിക്കൽ എക്സ്പെൻസസ് പ്രൈവറ്റ് പാർട്ടീഷണർ ആയതിനാൽ തന്നെ 30,000 രൂപയിൽ നിന്നും എക്സംപ്റ്റഡ് 15,000 രൂപ കുറച്ച് ബാക്കി 15,000 രൂപ ടാക്സബിൾ. മെഡിക്കൽ എക്സ്പെൻസസ് പെയ്ഡ് ബൈ എംപ്ലോയർ പേ ചെയ്ത മെഡിക്കൽ എക്സ്പെൻസസ് ആയതിനാൽ തന്നെയും അതെന്തെന്നാണ് പറയുന്നത്? എക്സംപ്റ്റഡ് ആണ്. റീഇംബേഴ്സ്മെൻറ്റ് മെഡിക്കൽ എക്സ്പെൻസസും എന്ത് ചെയ്യുന്നുണ്ട്?
അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടും അപ്രൂവ്ഡ് ബൈ ആരാണ്? ചീഫ് കമ്മീഷണർ ആയതിനാൽ അത് രണ്ടും എക്സംപ്റ്റഡ് ആണ്. ഇനി എക്സ്പെൻസസ് ഓഫ് ട്രാവലിംഗ് എബ്രോഡിൽ പോയ ട്രാവലിംഗ് എത്രയുണ്ട്? 1,00,000 രൂപ. അതെന്തല്ല എക്സംപ്റ്റഡ് അല്ല, ഫുൾ എമൗണ്ട് ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത നോട്ട് എക്സംപ്റ്റഡ് അറ്റ് ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം എക്സിറ്റ് 2 ലാക്ക്. അദ്ദേഹത്തിന് ഗ്രോസ് ടോട്ടൽ ഇൻകം ഈ 1,90,000 15,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 1,00,000 പുറത്ത് പോകുന്നുണ്ട്. 2,00,000 പുറത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2,00,000 പുറത്ത് പോയില്ല എങ്കിൽ എന്തായിരുന്നു? അദ്ദേഹത്തിന് അത് എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷേ 2,00,000 പുറത്ത് പോയതിനാൽ തന്നെ ആ ടോട്ടൽ എമൗണ്ട് അദ്ദേഹത്തിന് ടാക്സബിൾ ആണ് കേട്ടോ, ട്രാവലിംഗ് എബ്രോഡ്. ഇനി എക്സ്പെൻസസ് ഓഫ് സ്റ്റേ, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എബ്രോഡിൽ ചെന്ന് സ്റ്റേ ചെയ്ത് 1,50,000 രൂപയാണ് അവിടെ ചിലവാക്കിയത്. പക്ഷേ RBI അവിടെ ലിമിറ്റ് വെച്ചത് 1,00,000 രൂപയ്ക്കാണ്. 1,00,000 രൂപയ്ക്കാണ് ലിമിറ്റ് വെച്ചത്. അതുകൊണ്ട് തന്നെ ബാലൻസ് 50,000 രൂപ ടാക്സ് അടച്ചു കൊടുക്കണം. ഇനി റീഇംബേഴ്സ്മെൻറ്റ് മെഡിക്കൽ എക്സ്പെൻസസ്, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ അതൊരു ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, ടാക്സിൽ ഒഴിവാക്കാറില്ല. 2,000 രൂപ എംപ്ലോയർ പേ ചെയ്തു, അത് തിരിച്ച് ആഡ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഡിഡക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന് മുമ്പ് അടിസ്ഥാനത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരുന്നു ഡോക്ടറിനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ മകളുമാണ്. ആ ഒരു കാരണത്താൽ ചീഫ് കമ്മീഷണർ അപ്രൂവ് ചെയ്തിട്ടുമുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അതിവിടെ എടുക്കാത്തത്. ഇനി ലെസ് ഡിഡക്ഷൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഡിഡക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് 3,62,000 രൂപയാണ് ഇൻകമായിട്ട് എന്ത് ചെയ്യുന്നത്, തിരിച്ച് ആഡ് ചെയ്തെടുക്കുന്നത് സാലറിയുടെ കൂടെ. അപ്പോൾ ഇത്രയും മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ടുള്ള മോട്ടോർ കാർ തുടങ്ങിയ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇനിയും വരുന്നുണ്ട്, ഒരു പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചാണ് പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.